വരേണ്യവർഗം സവർണ ബുദ്ധി കോമരങ്ങൾ അഹിതങ്ങളായ മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തെ വർഗീയത വളർത്തിൽ ഇന്ത്യൻ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. മറ്റുള്ളവർക്ക് പങ്കില്ല എന്നല്ല, ഇതിനെ താലോലിച്ചവർ കോൺഗ്രസുകാരാണ്. ബാബരി മസ്ജിദിന്റെ തകർച്ച എങ്ങനെയാ സംഭവിച്ചത്? ബാബരി മസ്ജിദ് തകർത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. ബിജെപി ഭരിക്കുമ്പോഴല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. ലീഗുകാർ മറുപടി പറയട്ടെ. ഞാനിത് പറയുമ്പോൾ അന്ധമായ ലീഗ് വിരോധം എന്ന തോന്നൽ നിങ്ങൾക്ക് വേണ്ട. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉന്നതകളുണ്ടായിരുന്നു കൂട്ടരെ. മഹാനായ ബാഫക്കീതങ്ങളുണ്ടല്ലോ, അങ്ങ് മദീന, അങ്ങ് മക്കയിൽ ഹറമിന്റെ പരിസരത്ത് വിശ്രമിക്കുന്ന മഹാനായ ബാഫക്കീതങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുന്നുണ്ടോ? ഇല്ല. ബാഫക്കീതങ്ങളുടെ ലീഗ് നമുക്ക് പറയാം, വേണമെങ്കിൽ CH-ന്റെ കാലം വരെ എന്നൊക്കെ പറയാം. CH-ന്റെ കാലം കഴിഞ്ഞ് എവിടെ എത്തി നിൽക്കുന്ന പണ്ടെല്ലാം ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതികളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ധാർമ്മികതയൊന്നും ചോദിക്കും, നിസ്കരിച്ചോ എന്ന് ചോദിക്കും. ഇന്ത്യയുടെ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവർ മദ്യപിക്കാൻ പാടില്ല എന്ന് പറയും. ഇന്ന് ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി പഞ്ചായത്തുകളിൽ എന്നതുപോലെ ഒരു പഞ്ചായത്തിൽ ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ പ്രബലനായ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ചെലവിന്റെ കണക്ക് വന്നപ്പോൾ അതിലെഴുതിയിരിക്കുന്നു, വെള്ളം വാങ്ങിക്കൊടുത്തതിന് 2800 രൂപ. ഇതാണോ മഹാനായ ബാഫക്കീതങ്ങളുടെ ലീഗ്? അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താ ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ ഇന്ത്യൻ യൂണിയൻ